ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തെ ഇന്നത്തെ ജനകീയ തെരച്ചിൽ അവസാനിപ്പിച്ചു. നിരവധി വീടുകൾ തകർന്നടിഞ്ഞ ഇവിടെ നിന്നും ഏതാനും വസ്ത്രഭാഗങ്ങളും മറ്റും മാത്രമാണ് ലഭിച്ചതെന്ന് തെരച്ചിലിന് നേതൃത്വം നൽകിയ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ ജനം ടിവിയോട് പറഞ്ഞു. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് കഴിഞ്ഞ ഒരു മണിക്കൂറായി JCB ഉപയോഗിച്ചുകൊണ്ട് ആഴത്തിലുള്ള കുഴികളൊക്കെ എടുത്തുകൊണ്ടുള്ള വ്യാപകമായ ഒരു തിരച്ചിലായിരുന്നു നടത്തിയിരുന്നത്. ഇവിടെ ഒറ്റപ്പെട്ടു പോയ വീടുകളുണ്ട്, തകർന്നു പോയ വീടുകളുണ്ട്. ആ വീടുകളിൽ നിന്നൊക്കെയുള്ള ആളുകളെ കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ള ഒരു പരിശോധനയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ അഗ്നിരക്ഷാസേനയിലെ ഉദ്യോഗസ്ഥൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായി സാർ ഇവിടുത്തെ അവസ്ഥ, എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നു? അല്ല, നമുക്ക് ഇവിടെ ഇപ്പം നമ്മൾ ആദ്യം കണ്ടെത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോഗ് സ്ക്വാഡ് വന്നിട്ട് കുറച്ച് പരിശോധനയൊക്കെ നടത്തിയായിരുന്നു. അപ്പോൾ ആ നടത്തിയപ്പോൾ സ്മെല്ലിൻ്റെ ഇതിൽ ഡോഗ് സ്ക്വാഡ് ചെറിയ ഇത് കാണിച്ചു. പിന്നെ അത് പോയിട്ട് നമ്മളും കുറച്ച് മണ്ണൊക്കെ പിന്നെ നമ്മൾ കൈക്കോട്ടൊക്കെ വെച്ച് നമ്മൾ മാറ്റിയപ്പോൾ സ്മെല്ലിൻ്റെ ഒരു അംശമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ടും വേറെ ഒന്നും കണ്ടെത്താനും ഇപ്പം സാധിച്ചിട്ടില്ല. കാരണം കുറച്ച് തുണികളും പൈപ്പ് കണക്ഷൻ വീട് 2-3 വീടുണ്ടായിരുന്നേ. ഇവിടെ തന്നെ ഇനി 8ഓളം പേരെ കിട്ടാനുണ്ട്. ഇനിയിപ്പോൾ അവർ ഈ കല്ലിൻ്റെ അടിയിൽ അങ്ങനെ അതിനായിട്ട് കുടുങ്ങിയാന്ന് നമുക്കറിയാം. കാരണം മാക്സിമം നമ്മൾ ഈ ഹിറ്റാച്ചി ഉപയോഗിച്ച് നമ്മൾ ആ സമയത്ത് തന്നെ നമ്മളെ കൊണ്ട് മാൻ പവറിൽ ചെയ്യാൻ പറ്റാത്തതാണ് ഹിറ്റാച്ചി ഉപയോഗിച്ച് നമ്മൾ മണ്ണ് മാന്തി മാക്സിമം നോക്കിയിട്ട് വീട് ഇരുന്ന സൈഡ് മൊത്തം നമ്മൾ നോക്കിയായിരുന്നു. കാരണം ഇവിടെ പ്രദേശവാസി ഉണ്ടായിരുന്നു. അവർ പറയുന്ന അനുസരിച്ചാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത്. കാരണം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നവരാണ്, ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുകളെല്ലാം. കാരണം അത് കഴിഞ്ഞിട്ട് അപ്പോൾ പ്രദേശവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അവർക്കാകുമ്പോൾ അറിയാൻ പറ്റും ഈ ഏരിയയിൽ. കാരണം എവിടെ വീടുണ്ടായിരുന്നു, എത്ര പേരുണ്ടായിരുന്നു. കാരണം അവരിനിയും ആ ഒരു രീതിയിൽ പറഞ്ഞതനുസരിച്ചാണ് നമ്മളിതെല്ലാം കൂടെ നോക്കിയത്. ഇപ്പോൾ അടുത്ത ഘട്ടം എന്താണ്? ഇവിടെ തന്നെയാണോ? ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം രണ്ടാമത് ഡോസ് കോഡായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ച് താഴെ എന്തോ പള്ളിയുടെ ആ സൈഡിലായിട്ട് സ്മെല്ലിൻ്റെ ഇത് അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വീണ്ടും സെർച്ചിങ് തുടർന്നു. ഉണ്ടാകുന്ന തെരച്ചിലും ഒരു അറിവും നമുക്ക് കിട്ടിയിട്ടില്ല. വ്യാപകമായി മണിക്കൂറുകളോളം ഇവിടെ തെരച്ചിൽ നടത്തി. പക്ഷേ ഈ പുഞ്ചിരിമട്ടത്തു നിന്നും പ്രഭവ കേന്ദ്രത്തിൽ നിന്നും അങ്ങനെ കാര്യമായി മൃതശരീര ഭാഗങ്ങളോ ഒന്നും ലഭിക്കാത്ത സാഹചര്യം. ഒപ്പം വീടുകളിൽ നിന്ന് തുണികളും മറ്റ് വസ്തുക്കളൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട്. താൽക്കാലികമായിട്ടുള്ള ഇവിടുത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. മറ്റു ഭാഗങ്ങളിൽ തെരച്ചിൽ തുടരുകയും ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്.